സർ, നമ്മൾ പൊതുവെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ആക്രമിച്ചു തുടങ്ങുന്ന ഒരു ആക്രമണ രീതി, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷാവസ്ഥയെ നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് നേരെ വിപരീതമായി ഒരു രാജ്യത്തിനകത്ത് കയറി ആ രാജ്യത്തെ ആക്രമിക്കുക, അതും ആ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട്, ഇത്തരത്തിലൊരു വാർത്തയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ ഭാഗമായി പുറത്തു വരുന്നത്. എങ്ങനെയായിരിക്കാം ഒരു രാജ്യത്തിനകത്ത് കയറി മറ്റൊരു രാജ്യം ആക്രമിക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരു യുദ്ധതന്ത്രം ഇവർ ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തത്? യുദ്ധതന്ത്രം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ യുദ്ധതന്ത്രത്തിനകത്ത് എപ്പോഴും ലോകത്തെ ഞെട്ടിച്ചിട്ടുള്ള രാജ്യം തന്നെയാണ് ഇസ്രായേൽ. അതിന്റെ പുറകിൽ എപ്പോഴും ഉണ്ടായിരുന്നത് അവരുടെ രഹസ്യാന്വേഷണ സംവിധാനമായിട്ടുള്ള മൊസാദാണ്. ഇപ്പം ഇതിനകത്ത് ഇന്നലെ നടന്ന പ്രത്യാക്രമണത്തിൽ ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മൊസാദിന്റെ പങ്ക് വളരെ വലുതാണ്. ഇസ്രായേലിലെ തലസ്ഥാനം അല്ലെങ്കിൽ ആയിട്ടുള്ള ടെഹ്റാനാണെന്ന് തോന്നുന്നു. ടെഹ്റാനിൽ തന്നെ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രം, അവിടെ നിന്ന് ഡ്രോൺ തൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു മൊസാദ് എന്നതാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം. ഇത് ഇറാൻ അറിഞ്ഞിരുന്നില്ല. അപ്പം ഇറാൻ അറിയാതെ അവിടെ അവർ വളരെ കാലം മുമ്പേ ഈ സംവിധാനം ഒരുക്കിയിരുന്നു. അവിടെ യുദ്ധോപകരണങ്ങൾ എത്തിച്ചിരുന്നു. ഈ യുദ്ധോപകരണങ്ങൾ മൊത്തവും നിരന്തരം വാഹനത്തിലാണ് എത്തിച്ചിരുന്നത്. ആ വാഹനത്തിൽ എത്തിച്ചിരുന്ന യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് അവിടെ നിന്നിട്ട് ഈ ഇറാനകത്ത് നടക്കുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകൾ, ഇറാനകത്ത് അല്ലെങ്കിൽ ഇറാന്റെ ഈ പറയുന്നത് പോലെ ഇന്നലെ കൊല ചെയ്യപ്പെട്ട സൈനിക മേധാവിയും, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും, അതുപോലെ തന്നെ ഈ പരമോന്നത നേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവും, അങ്ങനെ ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ എവിടെ, ഏത് ഫ്ലാറ്റിൽ, ഏത് സ്ഥലത്ത് ഉണ്ടെന്നുള്ള രീതിയിലേക്ക് വരെ സ്പോട്ട് ചെയ്ത് അവിടെ നിന്ന് വരുന്ന വിമാനങ്ങൾക്ക് ഈ സമയത്ത് വന്നോളാൻ ഇൻഫർമേഷൻ ഈ പറഞ്ഞ ടെഹ്റാനിൽ നിന്ന് കൊടുത്തിട്ട് ഏതാണ്ട് 300ഓളം വിമാനങ്ങൾ വളരെ കൃത്യമായിട്ട് വന്ന് ആദ്യത്തെ ആ വരവിൽ തന്നെ അവരുടെ കൃത്യമായി അവർ ഉദ്ദേശിച്ചിരുന്നത് ഉദ്യോഗസ്ഥന്മാരെയും, അല്ലെങ്കിൽ സൈനിക മേധാവിയെയും, അതുപോലെ തന്നെ 16 ലാബ് സംവിധാനത്തെയും 15ഓളം ആണവായുധങ്ങൾ ഇവർക്കെതിരെ നിർമ്മിച്ചു വെച്ചിരുന്നു. അത് രഹസ്യമായിരുന്നു. ആ ആണവായുധങ്ങൾ പോലും നശിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പ്രാപ്തമല്ലാത്ത രീതിയിലേക്ക് ആക്കി തീർത്തിട്ടാണ് ആദ്യത്തെ അറ്റാക്കിന് ശേഷം തിരിച്ചു പോയത്. അതിനുശേഷമാണ് രണ്ടാമത് വീണ്ടും തിരിച്ചു വന്ന് അവിടുത്തെ ഭൂഗർഭത്തിലുള്ള ഫോർദോ ഭൂമിക്കടിയിലെ ആണവ കേന്ദ്രമാണ്. ആ ആണവ കേന്ദ്രം കൂടി തകർത്തു. ഇപ്പൊ അവിടുന്ന് വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആണവ വിസരണം, ആണവ ചോർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് വേറെ ആരും പറഞ്ഞല്ല, ഇറാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഈ പറഞ്ഞു വന്നത്, ഇറാൻ അത്തരത്തിൽ പത്രക്കുറിപ്പ് കൊടുത്തിട്ട് ആണവ ചോർച്ച എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഇറാന് നാളെ കാലത്തെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. ഇതിനകത്തെ കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വീണാൽ ഭൂമിയൊക്കെ നശിച്ച് ആ ഭൂമിയിൽ നിന്ന് അവിടെ നിൽക്കുന്ന ആൾക്കാർ, പണ്ടറിയാമല്ലോ ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി, ഇപ്പൊ നിൽക്കുന്ന മനുഷ്യർക്ക് മൊത്തവും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ബാധിക്കുന്നതിന്റെ കൂടെ തന്നെ വരും തലമുറയ്ക്കും ഇത് ബാധകമാവുന്ന രീതിയിലേക്ക് പോകാം. അതായത് കൃത്യമായ ഓപ്പറേഷൻ. ഈ ഓപ്പറേഷൻ മറ്റൊരു രാജ്യത്ത് നിന്നല്ല നടത്തുന്നത്. അതാണ് മൊസാദിന്റെ കഴിവ്. നമ്മൾ ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചത് എങ്ങനെ അവർക്ക് ഇതുവരെ അറിയത്തില്ല. അറിയാമെങ്കിൽ തന്നെ അവർ വെളിയിൽ വിട്ടിട്ടില്ല. അതിനുശേഷം ഹമാസിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു നേതാവ്, അറിയാമല്ലോ, ഈ പ്രസിഡന്റ് മരിച്ചതിന് ശേഷം മറ്റൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക. ആ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞയ്ക്ക് വന്നപ്പോൾ ഇവരുടെ സൈനിക താവളത്തിൽ പാർപ്പിച്ചിരുന്ന ആളെ മരിച്ചു. എങ്ങനെ മരിച്ചു അറിയത്തില്ല. വെളിയിൽ വിട്ടിട്ടുണ്ടോ? ഇല്ല. എങ്ങനെയാണ്, ബോംബ് പൊട്ടിയാണോ മരിച്ചത്, അല്ലെങ്കിൽ ആരെങ്കിലും വെടിവെച്ചു കൊന്നാണോ? ഇതിനെപ്പറ്റി ഒന്നും വ്യക്തമാക്കിയില്ല. അതായത് പല പ്രധാനപ്പെട്ട ആൾക്കാരും അവർ വളരെ സുരക്ഷിതമാണെന്ന് കണ്ട് ഈ പറഞ്ഞ ഇറാനിലും അവർ അല്ലെങ്കിൽ ഇരുന്നവരും, അല്ലെങ്കിൽ അവർ വെച്ചിരുന്നവരും ഒക്കെ ഒരു സുപ്രഭാതത്തിൽ വളരെ കൃത്യമായിട്ട് ബങ്കർ ബ്ലസ്റ്റർ ബോംബിങ്ങിലൂടെ മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെയും ഒക്കെ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഇവരുടെ രഹസ്യാന്വേഷണ വിഭാഗം മൊസാദ് എന്ന് പറയുന്ന സംവിധാനം വളരെ കൃത്യമായിട്ട് ഇറാനിൽ മാത്രമല്ല ലോകത്തുടനീളമുണ്ട്. ഇവർ ലോകത്തുടനീളം ഇതുവരെ കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ തിരിച്ചടികൾ, അവരെ ഉപദ്രവിച്ചിട്ടുള്ളവരെ തിരിച്ചടിച്ചതിന് അകത്തൊക്കെ അവർ കാണിച്ചിട്ടുള്ളതും ഇതുപോലെ അത്ഭുതങ്ങൾ തന്നെയാണ്. എങ്ങനെ സംഭവിക്കുന്നു? എവിടെ ഇരുന്നാലും അവിടെ ആ പറയുന്ന അവർ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് ആക്രമിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആരാക്രമിച്ചെന്നോ, എങ്ങനെ ആക്രമിച്ചെന്നോ, എന്ത് സംഭവിച്ചെന്നോ പോലും
ലോകത്തിന് വ്യക്തത വരാത്ത രീതിയിലേക്കാണ് മൊസാദ് അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പല ആക്രമണങ്ങളും. ഇതുപോലെ തന്നെയാണ് ഈ ആക്രമണത്തിൽ ടെൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെ തലസ്ഥാനത്ത് ഒരുപക്ഷെ ടെഹ്റാനിൽ തന്നെ വളരെ നേരത്തെ ആയുധങ്ങൾ ശേഖരിച്ച് അവിടെ നിന്ന് തന്നെ അവരെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഡ്രോൺ വിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കി അവരുടെ സിസ്റ്റങ്ങളെ അവിടെ നിന്ന് തന്നെ ജാം ചെയ്ത് ഈ പറയുന്ന യുദ്ധവിമാനങ്ങളെ കടത്തിവിടുന്ന ഒരു സംവിധാനം ആയിട്ടാണ് ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് മനസ്സിലായത്. ഏതാണ്ട് പൂർണ്ണമായിട്ടും അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആണവ പരീക്ഷണശാലകൾ തകർത്തിട്ടുണ്ട്, വ്യോമത്താവളങ്ങൾ തകർത്തിട്ടുണ്ട്. വലിയ വലിപ്പത്തിൽ അതിനകത്ത് ഒരുപക്ഷെ യുദ്ധം ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ തകർച്ച സംഭവിച്ചിട്ടുണ്ട്. തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നു. ഏതാണ്ട് തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇനിയുമുള്ള തിരിച്ചടിയൊന്നും ഒരുപക്ഷെ ഇസ്രായേലിന്റെ തിരിച്ചടി വളരെ കൃത്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ടായിരിക്കും അതിനകത്ത് പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഇവർക്കില്ല. അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇസ്രായേൽ ഉപയോഗിക്കുന്ന ജെറ്റ്, ഇപ്പം ഈ പറഞ്ഞ ഏറ്റവും ആധുനികമായിട്ടുള്ള അമേരിക്കയുടെ 5ാം തലമുറ വിമാനം ഉപയോഗിച്ചാണ് ഇന്നലെ യുദ്ധം ചെയ്തത്. അത് തന്നെ ഏതാണ്ട് ഇപ്പോഴത്തെ കണക്ക്, വെളിയിൽ വിട്ട കണക്ക് ശരിയാണെങ്കിൽ അവരുടെ കയ്യിൽ J57 എന്നെങ്ങാണ്ടാന്ന് തോന്നുന്നു 5ാം തലമുറ. അത് തെറ്റി പോയിട്ട് ക്ഷമിക്കുക. ആ 5ാം തലമുറ വിമാനം മാത്രം 57 എണ്ണം. ഈ 5ാം തലമുറ വിമാനം എന്നൊക്കെ പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചോളം അവരുടെ വ്യോമ സംവിധാനത്തിൽ അവരുടെ കയ്യിൽ ഇരിക്കുന്നത് പണ്ട് ഈ പറയുന്നത് പോലെ ഖമേനിയുടെ നേതൃത്വത്തിൽ വിപ്ലവത്തിന് ശേഷം വരുന്നതിന് മുമ്പ് അമേരിക്ക കൊടുത്തിട്ടുള്ള വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെ ഉള്ളൂ. അല്ലാതെ പുതിയതായിട്ടൊന്നുമില്ല. പിന്നെ രഹസ്യമായിട്ട് റഷ്യ എന്തെങ്കിലും കൊടുത്തിട്ടുള്ളതാണ് ഉള്ളത്. പിന്നെ ഇവരുടെ കയ്യിൽ കണ്ടമാനം ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. അത് വെച്ചാണ് ഇപ്പൊ തിരിച്ചടിക്കുന്നത്. നിസ്സാരമായിട്ട് കാണാനൊന്നും പറ്റത്തില്ല. ഒരു മാസം 50 ബാലിസ്റ്റിക് മിസൈലുകൾ വരെ ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടും അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ ഇസ്രായേലിനും അമേരിക്കയൊക്കെ കിട്ടിയിട്ടുണ്ട്. 2000-ഓളം ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. പക്ഷെ ഇത് തൊടുത്തുവിടുന്നതിന്, അടുത്തടുത്തുള്ള രാജ്യമൊന്നുമല്ല, കാര്യം ദൂരെയാണ്, തൊടുത്തുവിടുന്നതിനും അല്ലെങ്കിൽ മറ്റേ അയൺ ഡോം സംവിധാനത്തിനകത്ത് എത്രത്തോളം അത് പ്രാപ്തമാക്കുന്നതിനും ഒക്കെ ഉള്ളതിനെ പറ്റി വരും. എന്നാലും അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇപ്പം ഈ ടെലവീവിലും അല്ലെങ്കിൽ സെൻട്രൽ ഇസ്രായേലിലും ജെറുസലേമിലും ഒക്കെ തിരിച്ചടി കൊടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ തിരിച്ചടി, ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാവും. പക്ഷെ ഇസ്രായേലിന്റെ തിരിച്ചടി ഒരുപക്ഷെ ഇസ്രായേൽ പറയുന്നു ഞങ്ങൾ യുദ്ധം ചെയ്ത് തീർത്തോളാം എന്ന് പറയുമ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഭരണ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇന്നലത്തെ ഒരു രീതി വെച്ച് പരിശോധിക്കുമ്പോൾ ആദ്യത്തെ അറ്റാക്കിൽ പ്രധാനപ്പെട്ട ഈ പറയുന്ന പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവിനെ ഉൾപ്പെടെ, പ്രധാനപ്പെട്ട സൈനിക മേധാവി ഉൾപ്പെടെ, രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ, പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടെ പ്രധാനപ്പെട്ടവരെ എല്ലാം കൊന്നുകഴിഞ്ഞു. ഒരുപക്ഷെ ഖമേനിയെ ലക്ഷ്യം വെക്കുമോ ഇസ്രായേൽ എന്ന രീതിയിലേക്ക് നമ്മൾക്ക് അറിയാൻ സാധിക്കത്തില്ല. കാരണം ബങ്കറിലേക്ക് ഈ പറയുന്നത് പോലെ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രിയൊക്കെ മാറിയിരിക്കുന്നത് അവർ തിരിച്ചടിക്കും. ആ തിരിച്ചടി നിസാരമായിട്ട് കണ്ടല്ല ഇസ്രായേൽ മാറിയിരിക്കുന്നത്. പക്ഷെ ഇസ്രായേൽ ആ തിരിച്ചടിയെ അതിജീവിച്ച് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ പൂർണ്ണമായിട്ടും തീർക്കാൻ പറ്റും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് മൊസാദിന്റെ ഓപ്പറേഷൻ ഇറാനിൽ ചെന്നായിരുന്നു. ഇറാനിൽ ചെന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ യുദ്ധവിമാനങ്ങളെയും അല്ലെങ്കിൽ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും ജാം ചെയ്ത് അവിടെ നിന്നുകൊണ്ട് തന്നെ അവരെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഡ്രോൺ വിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കി മാസങ്ങളായിട്ട് ഒരുക്കിയിട്ട് ഇറാൻ അത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പണ്ട് ഇറാനിൽ സംഭവിച്ചതോ ആരാണ് മൊസാദ്, ആരാണ് അവരുടെ ഭാഗം എന്നുള്ള രീതിയിലേക്ക് സൈനികരെ പോലും സംശയിക്കേണ്ട രീതിയിലേക്ക് വീണ്ടും മൊസാദ് അവിടെ പ്രവർത്തിക്കുന്നു. മൊസാദ് 300 ഇടത്താണ് ഈ പറയുന്നത് പോലെ ആദ്യത്തെ ഇതിൽ തന്നെ അവിടെ ബോംബിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവിടെ ഫൈറ്റർ ജെറ്റുകൾ ഏതാണ്ട് 300ഓളം വിമാനങ്ങൾ തന്നെ വന്ന് 300 ഇടത്ത് ബോംബ് ചെയ്ത് തന്ത്രപ്രധാനമായ മേഖലകൾ മൊത്തം നശിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും മൊസാദ് തന്നെയാണ് ഇസ്രായേലിന്റെ IDF-ന് അല്ലെങ്കിൽ അവരുടെ സൈന്യത്തിന് വേണ്ട വഴികാട്ടൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഈ വലിയ ആക്രമണം ഏതാണ്ട് 20 കൊല്ലത്തിന് ശേഷം ഇസ്രായേലിന് കിട്ടിയിട്ടുള്ള ആക്രമണത്തിന്റെ തന്ത്രശാലി, അതിന്റെ അല്ലെങ്കിൽ അത് ഉരുത്തിരിച്ചതും അത് ഉണ്ടാക്കിയതും അത് നടത്തിയതിന്റെയും എല്ലാം മാസ്റ്റർ ബ്രെയിൻ വീണ്ടും മൊസാദ് ആണെന്നാണ് വെളിയിൽ വരുന്ന റിപ്പോർട്ടുകൾ. യെസ്, അതാണ്. എന്തായാലും മൊസാദിന്റെ നേതൃത്വത്തിൽ ഇറാൻ അകത്ത് ചെന്ന് ഇസ്രയേൽ ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്താ പറയാ, അതീവ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അതിതന്ത്രപ്രധാനമായ ഒരു യുദ്ധമുറ എന്നൊക്കെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ആ രാജ്യത്തെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും അല്ലെങ്കിൽ ഇസ്രയേലിനെ ആക്രമിക്കാൻ തയ്യാറായിരിക്കുന്നവർക്കിടയിൽ കൂടെ ചെന്ന് ആ രാജ്യത്തെ തന്നെ ആക്രമിക്കുക. ഒരു വലിയ യുദ്ധ മാതൃക കൂടിയാണ് ഈ ഇസ്രയേൽ ഇതാ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.